ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കൽ എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, അതിലേക്ക് കോൺഫ്ലോർ ഇടാം. കോൺഫ്ലോറാണ് ശരിക്കും ഈ ചിക്കന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺഫ്ലോർ, അതിനുശേഷം നമ്മൾ സോയാ സോസാണ് ഒഴിക്കണത്. സോയാ സോസ്, പിന്നെ നമ്മൾ പെപ്പർ പൗഡർ, പിന്നെ സോൾട്ട്. ഈ 4 കാര്യങ്ങളെ വേണ്ടൂ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ 4 കാര്യങ്ങൾ മാത്രം മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇടാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് ഇടണമെന്നുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ കോരി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാനിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി അത് ചോപ്പ് ചെയ്തത് നമ്മൾ നന്നായിട്ട് ഇതാക്കുക. അതിലേക്ക് നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച ഓണിയനാണ് ഞാൻ ഇടുന്നത്. നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച ഓണിയൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ബെൽ പെപ്പർ ചേർക്കുക. ഞാൻ റെഡ് കളറാണ് ചേർക്കുന്നത്, അപ്പോഴാണ് കാണാനും ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ ഞാനത് ചേർത്തിട്ടുണ്ട്. ഇതൊന്നും നന്നായി അങ്ങോട്ട് കുക്കാവണ്ട, നമുക്കറിയാമല്ലോ. അതുപോലെ ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി, ഒന്ന് കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ ഇത്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ സ്റ്റാർച്ച് ഒഴിക്കും. അത് ഈ കോൺഫ്ലോർ പൊടിയിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് അലിയിപ്പിച്ചെടുത്തിട്ടുള്ള ആ സ്റ്റാർച്ച്, അതിൻ്റെ സ്റ്റാർച്ച് അത് നമുക്ക് ഇതിലേക്ക് വേണം. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്ലെയിൻ വാട്ടർ ഇത്തിരി ഒഴിക്കുക. പിന്നെ ആണ് നമ്മൾ ഈ കോൺഫ്ലോർ സ്റ്റാർച്ച് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണത്. ഈ 3 സംഭവങ്ങളും ഇട്ടിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഈ കോൺഫ്ലോർ സ്റ്റാർച്ച് എന്തിനാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഗ്രേവി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെള്ളം ചേർക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, എന്തോരം നമുക്ക് ഇത് വേണം എന്നൊക്കെ കട്ടി വേണം, അല്ലെങ്കിൽ ഗ്രേവി ലൂസായിട്ട് മതി, സെമി ഗ്രേവി മതി, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാൻ ഇത്തിരി വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് ഇപ്പോൾ ഇട്ടത്. അതൊക്കെ ചെയ്ത് നന്നായി ഒന്ന് ഇതാവുമ്പോൾ ഈ ചിക്കൻ ഒന്ന് അതിലേക്കിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. അത്രേ ഉള്ളൂ പരിപാടി. വെരി സിമ്പിളാണ് കേട്ടോ ശരിക്കും ചില്ലി ചിക്കൻ. ഞാൻ പെപ്പർ പൗഡർ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ ഇത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർക്കണവരുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്ത കാരണം ഞാൻ മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്തു. ഗാർണിഷ് ചെയ്യാൻ മാത്രമല്ല, അതിൻ്റെ സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ഇതിൽ ഇങ്ങനെ ഇടും. അത് അതിൻ്റെ ഒരു വേറൊരു തന്നെ ഫ്ലേവറാണ്. അത് നല്ല ടേസ്റ്റുമാണ്. ഈ ചൈനീസ് ഡിഷസിനൊക്കെ അത് വേറൊരു ഫ്ലേവർ തരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനത് ഇട്ടില്ല, മല്ലിയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.